ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലെ ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും തയ്യൽ തുമ്പ് കാണാതെ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് തയ്ക്കാനുള്ളൊരു വീഡിയോ കണ്ടാലോ? ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ പെർഫെക്ഷൻ എന്നതിലുപരി നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ആ ഒരു തയ്യൽ തുമ്പ് കാരണം ദേഹത്തുണ്ടാകുന്ന ഇറിറ്റേഷനൊക്കെ ഒഴിവാക്കാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു ആലിയ കട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇട്ടിരുന്നു. അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇപ്പോൾ എടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് സ്കേർട്ട് പാർട്ട് ഇതുപോലെ ഗേദേഴ്സ് ഇട്ട് കൊണ്ടുവന്നതിന് ശേഷം ആ ലൈനിങ് പാർട്ട് നമുക്കാണ് മാറ്റി വയ്ക്കാം. ലൈനിങ് പാർട്ട് ബാക്കിലേക്ക് മാറ്റിയിട്ട് ആ സെൻറ്റർ പോർഷനിൽ നിന്ന് നമുക്ക് രണ്ട് സൈഡിലേക്കും തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗവും തയ്ച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇത് സെയിം അതേപോലെ തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ അടിയിലെ ലൈനിങ് മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ലൈനിങ് ഇപ്പോൾ ബാക്കിലുണ്ട്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവിടെ ഇതുപോലെ ചുരുട്ടി വെച്ച് മാറ്റി വെച്ച ആ ലൈനിങ് ഉണ്ടല്ലോ, അത് അടിയിൽ കൂടെ കിട്ടും. കണ്ടോ? ഇതുപോലെ ആ ഒരു സെൻറ്റർ പോയിൻറ്റും രണ്ടും കൂടി ഒന്നിച്ച് വയ്ക്കുക. മനസ്സിലായോ? ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാവേ. ക്യാമറ ഒന്ന് വരുത്തി വയ്ക്കട്ടെ. ഇവിടെ കണ്ടില്ലേ, നമ്മൾ ഇവിടെയാണ് തയ്ച്ചത്. ലൈനിങ് ഇതുപോലെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. അത് ബാക്കിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ തയ്ച്ചിരുന്നത്. ഇങ്ങനെ ആക്കിയിട്ട് ബാക്കി അവിടെ നിവർന്ന് നിൽക്കുന്ന ആ ബാക്ക് പോർഷൻ ഉണ്ടല്ലോ, അതിവിടെ ഇതുപോലെ മടക്കി വയ്ക്കാം. ഇങ്ങനെ നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ മടക്കി വയ്ക്കുക. നമ്മൾ തയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പെടാൻ പാടില്ല. അതുകൊണ്ട് ഇതുപോലെ മടക്കി വെച്ചതിന് ശേഷം ആ ഒരു ലൈനിങ് പോർഷൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കണ്ടോ, ഈ ഒരു സെൻറ്റർ പോയിൻറ്റും ഇതുപോലെ ആ വക്കത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചു പോവാം. മനസ്സിലായോ? ഇതുപോലെ നമുക്ക് തയ്ച്ചു പോവാം. ഉള്ളിലെ പാർട്ട് അതിലേക്ക് പെടാതെ നോക്കണം കേട്ടോ. ബാക്ക് പോർഷനൊന്നും അതിലേക്ക് പെടാതെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് രണ്ട് സൈഡും തയ്ക്കാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്ന് പുറത്തേക്ക് എടുക്കണം. പതുക്കെ വലിച്ചെടുക്കണം. സ്റ്റിച്ച് കൊടുക്കുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കാൻ നോക്കുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്താൽ നമ്മുടെ സംഗതി റെഡിയായി. അയ്യവ, പൊളിയല്ലേ? കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കുന്നതല്ലേ നല്ലത്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂട്ടുകൂടലൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.